അടി കളിക്കുന്ന 4-5 പച്ചനും വേണ്ടി 5-6 വെള്ളം കുടിച്ചെന്ന് പറഞ്ഞ മാതിരി അപ്പൊ എന്റെ അവസ്ഥ മനസ്സിലായില്ലേ? കുഞ്ഞിക്കോ എപ്പോഴേ വന്നത്? ഊതരുത് കളിയാ, ഊതരുത്. അടുപ്പ് എത്ര ചെറുതായാലും കല്ല് 3 വേണം, മനസ്സിലായില്ലേ? ആയിഷ, എടീ എന്റെ ആങ്ങളെ വന്നിക്കണേ, ഓനക്ക് തിന്നാനും കുടിക്കാൻ എന്തേ കൊടുക്ക്. തിന്നാനും കുടിച്ചാനും കിട്ടാനിട്ട് വന്നതല്ലേ ഞാന്, മനസ്സിലായില്ലേ? 1000 തെങ്ങുള്ള നായർക്ക് പല്ല് കൂട്ടാൻ ഈർക്കിലില്ല എന്ന് പറഞ്ഞ മാതിരി അപ്പൊ എന്റെ അവസ്ഥ മനസ്സിലായില്ലേ? ഈ ഒന്ന് ക്ഷമിക്കൂ കുഞ്ഞി, എല്ലാ പ്രശ്നത്തിനും വഴി ഉണ്ടാക്കാം. അകത്തേക്ക് വാ, ചായ എടുക്കാം. വഴക്കിനിടയിൽ ഭാര്യ ഭർത്താവിന്റെ തലക്ക് ഒലക്ക കൊണ്ടടിച്ചു. തിരുവമ്പാടി നിസ്സാര കാര്യങ്ങളുടെ പേരിൽ വഴക്ക് പതിവാക്കിയ ഭർത്താവിനെ ഭാര്യ ഒലക്ക കൊണ്ട് തലക്കടിച്ചു. കുഞ്ഞേ, ഇന്നുണ്ടായ പുതിയ പ്രശ്നം എന്താ? ഭയങ്കര പ്രശ്നാ പെങ്ങളെ, മനസ്സിലായില്ലേ? എന്താ മക്കളെ പ്രശ്നം? അതെ, ബാപ്പാന്റെ എടാ കൊണ്ടാളും ഞാന്, മനസ്സിലായില്ലേ? പ്രശ്നം എന്തെങ്കിലും ആയിക്കോട്ടെ, അത് പരിഹരിക്കാൻ അളിയൻ തന്നെ പോരണോ? അളിയനിപ്പ കുറച്ചു ദിവസമായിട്ട് പണ്ടത്തെ ഉഷാറൊന്നുമില്ല. അളിയന് മാത്രമേ ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ, മനസ്സിലായില്ലേ? ആന മാതാകിയ ചങ്ങലക്ക് ഇടാം, പക്ഷെ ചങ്ങലക്ക് മാതാകിയാലോ എപ്പോഴാ എന്റെ സൗണ്ട് മാറിയത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞേ. കുഞ്ഞൊക്കെ എപ്പോഴാ വന്നത്? എന്നോട് ഞാൻ 100 ഭാഷ പറഞ്ഞിട്ട് എന്നോട് വർത്താനം പറയാൻ വരരുത്, മനസ്സിലായില്ലേ? കളവ് പറയരുത്. 99 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇത്ര ബുദ്ധിയും വിവരവും ഇല്ലാത്ത ഒരുത്താൻ എന്റെ പങ്ങൾക്ക് എങ്ങനെ ഉണ്ടായ പഠിച്ചോനെ? കമ്പത്ത് കയറി 1000 വിദ്യ കാട്ടിയാലും സമ്മാനം വാങ്ങാൻ നിലത്തിറങ്ങണം, മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ഇതൊന്നും ഒരു കാലത്തും കൊൺപൂടിച്ചൂലാണ്, മനസ്സിലായില്ലേ? സ്വന്തം ഭാര്യയോട് നിസ്സാര കാര്യത്തിന് പിണങ്ങിപ്പായുന്ന ബാപ്പയുടെ പിന്നാലെ ചാടി പുറപ്പെടാൻ നാണമില്ലടാ കഴുതകളെ. അയ്യേ, 2 മക്കളും ഒരുങ്ങി ബാപ്പയുടെ പിന്നാലെ വന്നിരിക്കണ്. ഇത്ര വലുപ്പുണ്ടല്ലോടാ. എടാ, വിവരമില്ലാത്ത ബാപ്പമാരെ നേരായ വഴിക്ക് നടത്തേണ്ടത് മക്കളുടെ ബാധ്യതയാണ്. പെണ്ണ് കെട്ടാൻ പ്രായമായല്ലോ 2നും, എന്നിട്ട് ഒരു ബോധമില്ലെന്ന് വെച്ചാ ചായ്. എന്താണോ എന്റെ മക്കളോട് മന്ത്രിക്കുന്നത്? ഒരു പഴഞ്ചൊല്ല് പറഞ്ഞു വേണോ? എന്ത് പഴഞ്ചൊല്ല്? ഞാനൊന്ന് കേക്കട്ടെ. ഗതികെട്ടാൽ പുലി മുട്ടറോസ്റ്റും കഴിക്കുമെന്ന്. എടാ, സഖ്യൊക്കെ പറഞ്ഞു ശരിയാ. നമ്മളിങ്ങനെ ചാടി പുറപ്പെടും തീരെ ശരിയായില്ല. മാപ്പാനെ ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്താടാ